ഹായ് ഗൈസ്. ശ്വാസം ഉണ്ടോ നോക്കണം. ഇതൊരു സോളാർ പവേർഡ് സിറ്റിയാണ്. 3 കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ആണ്. സ്മാർട്ട് സിറ്റിയാണ് മെയിൻ. നമ്മളിപ്പം 5 ശബരിരി സ്കൂളിലാണ് നിൽക്കുന്നത്. അതെ, ഇവിടെ ഒരു എഡ്യൂക്കേഷണൽ എക്സിബിഷൻ നടക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് കാണാം. ഇവിടെ എനിക്ക് എക്സിബിഷന് ISRO ഒക്കെ വരുന്നത്. അതെ, ഈ ഏരിയയിൽ ആദ്യമായിട്ടാണ് ISRO ഒക്കെ വരുന്നത്. സ്കൂളിൽ വരുന്നത്. സ്കൂളിൽ വരുന്നത്. അപ്പോൾ ISRO മാത്രമല്ല, പിന്നെ എന്തൊക്കെയോ ഒരുപാട് ഫോറസ്റ്റ്, അങ്ങനെ ഒരുപാട് ഇതിൻ്റെ പ്രോഗ്രാമുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം പോയി നമുക്ക് കവർ ചെയ്യാം, കാണാം. ഓക്കെ. ഇവിടെ ഇനാഗുറേഷൻ ഒക്കെ നടക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പിള്ളേരൊക്കെ ഇറങ്ങി അവരെ തുടങ്ങത്തുള്ളൂ, എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. നമ്മളിപ്പം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. പിള്ളേരെല്ലാം ഇറങ്ങി എക്സിബിഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പോയി KG തൊട്ട് +2 വരെ ഉണ്ടല്ലോ. 12th വരെയുള്ള ക്ലാസ്സുകൾ നമുക്ക് മൊത്തം പരിപാടി പോയി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം എത്തിയിരിക്കുന്ന ISROയുടെ എക്സിബിഷൻ്റെ സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ കുറേ സാറ്റലൈറ്റും പിന്നെ PSLV, GSLV അങ്ങനെ ഓരോ ലോഞ്ചറുകളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഓരോന്നും കണ്ട് അത് എങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പോകാം അടുത്ത സ്റ്റേഷനിലോട്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതാണ് കാണാൻ പറ്റുന്നത്. ഇതെന്തൊക്കെയാണ് മോളെ ഇരിക്കുന്നത്? ഇത് 2 സൗണ്ടിങ് റോക്കറ്റ്സ് ആണ്, റിസർച്ച് റോക്കറ്റ്സ് ആണ്. ഇത് SLV, ഇത് 2 ലോഞ്ചിങ് വെഹിക്കിൾസ് ആണ്. സാറ്റലൈറ്റ്സിനെ എർത്തിന്റെ ഓർബിറ്റ് ലെവലിലേക്ക് എത്തിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ലോഞ്ചിങ് വെഹിക്കിൾസ് ആണ്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതൊക്കെ GSLV, PSLV എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളാണ്. നമ്മുടെ സാറ്റലൈറ്റുകൾ നമ്മുടെ എർത്തിൻ്റെ ഓർബിറ്റിലോട്ട് വിടാനുള്ള ഓരോ റോക്കറ്റുകളാണ് ഇതൊക്കെ ഇരിക്കുന്നത്. പിള്ളേർ നമുക്ക് ഇതിൽ എല്ലാവരും നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എടുത്ത ഒരുപാട് ലെങ്ത് ആയി നമുക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണാം. അതെ, ഇതൊക്കെ ഓരോ സാറ്റലൈറ്റ് എഞ്ചിനുകളാണ് ഈ കാണുന്നത്. ഫുള്ളി യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് എഞ്ചിനാണിത്. അങ്ങനെ ഇത് 3 ഇന്ത്യ ഇപ്പം കൺട്രോൾ ചെയ്തേക്കുന്ന 3 ടൈപ്പ് ഓഫ് എഞ്ചിൻസ്. ഇത് മെയിൻലി ലോഞ്ച് ചെയ്തത് ഇന്ത്യയുടെ വേറൊരു റോക്കറ്റ് ആയിട്ടുള്ള ASLV എന്ന് പറയുന്ന ഒരു റോക്കറ്റിലാണ്. നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഇതെന്താടാ? കാർട്ടോസാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കാർട്ടോഗ്രാഫി ബേസ് ചെയ്ത് കിടക്കുന്നതാണ്. അതായത് ഇത് പഠിക്കുന്ന ലാൻഡ് റൂട്ടുകളും നമ്മളുടെ ഇന്റർനാഷണൽ ബോർഡേഴ്സ് അല്ലേ, ഇത് മെയിൻലി വരുന്നത് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളിൽ നിന്നാണ്. അതായത് ഇത് 3 എഡ്യൂക്കേഷൻ പർപ്പസിന് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാറ്റലൈറ്റ് ആണ്. 3 കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ആണ്. എഡ്യൂസാറ്റ്, ഇൻസാറ്റ്, പിന്നെ GSAT. ഇതിന് GSLV ആ സെക്കൻഡ് ഇരിക്കുന്ന ലോഞ്ച് വെഹിക്കിളാണ് ഇതിനെ നമ്മൾ സ്പേസിലെത്തിച്ചത്. ഇത് ജിയോ സ്റ്റേഷനറി ആണ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇത് 3 റൊട്ടേറ്റ്. ഇതെന്ന് പറയുന്നത് ചന്ദ്രയാൻ 1, കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. മൂണിലേക്ക് ആദ്യമായി പോയ ഒരു ലൂണാർ മിഷനാണ് ചന്ദ്രയാൻ 1. അല്ലേ ഇതൊക്കെ ഈ നേരിട്ട് കാണാൻ പറ്റുന്ന ലാസ്റ്റ് കണ്ടെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ സംഭവമാണ്. നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റുകളാണ്. അപ്പോൾ ഈ സാറ്റലൈറ്റ് ഒക്കെ നമുക്ക് നേരിട്ട് കാണാമെന്നുള്ളത് തന്നെ ഒരു ഇതാണ്. അല്ല അല്ലടാ വാസ്കോ, ഈ സാറ്റലൈറ്റ് ഒക്കെ കണ്ടിട്ടില്ലടാ, ഈ ഭൂമിയുടെ ആ ഗ്ലോബ് കാണിക്കുമ്പോഴത്തേക്ക് മേളിൽ ഇങ്ങനെ 2 സാധനം ഇരിക്കുന്നത്. സോറി, വിഷ്വൽ കാണിക്കുമ്പോൾ അത് നേരിട്ട് കാണാൻ പറ്റുമെന്ന്. അത് ഒറിജിനലിന്റെ മിനിയേച്ചർ അങ്ങനെ സ്റ്റഡി മോഡൽ ഈ സാധനം ഇങ്ങനെ ഇരിക്കുന്നു. കൊള്ളായിരുന്നല്ലേ? അപ്പോൾ ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി കാണാം. അപ്പം നമ്മൾ ISROയുടെ അവിടെ നിന്ന് കഴിഞ്ഞ് നേരെ നമ്മളെ ഇവിടെ സൈക്കോളജി റൂമിലോട്ട് കയറാൻ പോകാം. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാനല്ലേ? അതെ. ഇത് ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, അഡൽട്ട്ഹുഡ്, ഓൾഡ് ഏജ്. അപ്പോൾ ഓരോ സ്റ്റേജസിലും നമുക്ക് ഓരോരോ ഡിഫറെൻറ്റ് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും സൈക്കോളജിക്കലി ആയാലും ഹ്യൂമൻ ബീങ്സ് ഓരോരോ ചേഞ്ചസ് കടന്നു പോകുന്നുണ്ട്. അതാണ് ഹ്യൂമൻ ബ്രെയിൻ്റെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാമല്ലേ? ഗൈസ്, അപ്പം നമ്മളെ കൊമേഴ്സിൻ്റെ സെൻറ്റർ വന്നിരിക്കുകയാണ്. കൊമേഴ്സ് ഇവിടെ നമുക്ക് കയറിയിട്ട് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കാണാം. നോക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു സിറ്റിയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നിങ്ങളെ കാണിച്ചു തരാം. കൊള്ളാമല്ലേ? ട്രെയിനൊക്കെ ഓടുന്നുണ്ട്, ഹോസ്പിറ്റലുണ്ട്, പിന്നെന്തുണ്ട്? ബേസിക്കലി ഇത് നല്ല ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഇതിന് പറഞ്ഞാൽ ഇ-കോമേഴ്സ് ആണ്. ബേസിക്കലി ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ത്രൂ ഇന്റർനെറ്റ് ത്രൂ നമ്മൾ പ്രോഡക്ട്സ് ബൈ ചെയ്യുന്ന സെല് ചെയ്യുന്ന പറയുന്ന ഇ-കോമേഴ്സ്. ഇത് അവ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയി കാണിക്കുന്നത്. ഇത് കൊമേഴ്സ് ആയതുകൊണ്ട് കൊമേഴ്സ് റിലേറ്റഡ് സാധനങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, ജപ്പാൻ്റെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ സ്റ്റോക്ക് മാർക്കറ്റുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ്
ഇത് നമ്മുടെ കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കൊമേഴ്സിൻ്റെ സാധനം എടുക്കുന്നതുകൊണ്ട് തന്നെ കൊമേഴ്സിനായിട്ട് ബന്ധപ്പെട്ട കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ റൈറ്റ്സ് ഒരു സാധനം മേടിക്കുമ്പോൾ ഉള്ള അതാണ് കൺസ്യൂമർ റൈറ്റ്സ് ആയിട്ട് വരുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു മോഡലാണ് ഈ ഇരിക്കുന്നത്. കണ്ട, റൈറ്റ് ടു കൺസ്യൂം എഡ്യൂക്കേഷൻ, റൈറ്റ് ടു സീ കോമ്പൻസേഷൻ, അങ്ങനെ കുറച്ച് റൈറ്റ്സുകളുണ്ട്. ബേസിക് ആയിട്ടുള്ള റൈറ്റ്സുകളാണ് ഇവിടെ കാണിച്ചത്. കൊള്ളാമല്ലേ? അത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് കൊണ്ടുള്ള സ്കോപ്പുകളാണ്. നമുക്ക് എങ്ങനെ അത് എത്രത്തോളം അതിൻ്റെ ഇതുണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുകൊണ്ട് സമയമില്ല, നമുക്ക് അടുത്തടുത്ത് പോവാം. ലോ ഓഫ് ഡിമാൻഡ്, ഇത് മറ്റേ ഇതല്ലേ ജിയോ ഡിമാൻഡ് പോകുന്നതിൻ്റെ ഇങ്ങോട്ട് വരുവാന്നെ. അതുപോലെ തന്നെ ഇതെന്താണ് ഓരോ സെക്ടറുകൾ കാണിച്ചേക്കാണ്. പ്രൈമറി, സെക്കൻഡറി, അങ്ങനെ ഓരോ സെക്ടറുകൾ കാണിച്ചേക്കാം. ഇത് കൊള്ളാം. ഇങ്ങോട്ട് വരുവാന്നെ കുറേ നോട്ടുകളുടെ കളക്ഷൻ ഉണ്ടല്ലേ. ഇവാലുവേഷൻ ഓഫ് മണി, നമ്മുടെ പൈസ എങ്ങനെ എവോൾവ് ആയി വന്നു എന്നുള്ളതാണ്. പ്രാകൃത കാലങ്ങളിലെ കറൻസിയാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ മോഡേൺ കറൻസികൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ബാലൻസ് ഷീറ്റ്. അയ്യോ, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ്. നേരത്തെ നമ്മുടെ ക്യാഷ് സ്റ്റോക്ക് നമ്മൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് വെച്ചേക്കും. അപ്പോഴേ ടാലി ആവത്തുള്ളൂ. അതെ അതെ, ടാലിയാക്കി നിർത്തിയേക്കും ഇത് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എപ്പോഴും ടാലി ആയിക്കണം. അതെ അതെ, അല്ലടാ പൊട്ടാണ്. പറഞ്ഞു. ഓക്കെ ഓക്കെ. അത് നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ വലിയൊരു സിറ്റി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, വാട്ടർ ഏറ്റവും കാണാൻ പറ്റും. ഓ ഇത് അത് ഒന്നുകൂടെ കാണിച്ചോളെ. കൊള്ളാമല്ലേ സെൻസർ? അത് കൊള്ളാം. നമ്മൾ കൊമേഴ്സ് ഫീൽഡിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ കൊമേഴ്സ് അടിപൊളിയായിരുന്നു. നമുക്ക് ഒരുപാട് അറിയാവുന്ന, നമ്മൾ പഠിച്ച ഫീൽഡ് ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരുന്നു. കൊമേഴ്സുകാരായിട്ട് ബാലൻസ് ഷീറ്റ് ഹ്യൂമാനിറ്റീസ്. ഓക്കെ, അപ്പം നമുക്കത് ഒരുവിധം അറിയാവുന്ന കാര്യങ്ങളായിരുന്നു അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം കൺസ്യൂമർ റൈറ്റ്സ് ആയാലും ബാലൻസ് ഷീറ്റൊക്കെ നമുക്ക് കറക്റ്റ് ബാലൻസ് ചെയ്ത് വെച്ചേക്കുന്നത്. അടുത്ത നമ്മളിപ്പോൾ ഫയർഫോഴ്സ് വന്ന് ചെയ്യുന്ന ഇതാണ്, എക്സിബിഷൻ്റെ സംഭവമാണ്. നമുക്ക് അത് കയറി ഒന്ന് കണ്ടുനോക്കാം. ഫയർ ആൻഡ് സേഫ്റ്റി ഏതൊക്കെ ഘട്ടത്തിൽ നമുക്ക് ആൾക്ക് ആദ്യം ശ്വാസം ഉണ്ടോ എന്ന് നോക്കണം. എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ഹീൽ ഓഫ് ദി പാം, അതുകൊണ്ട് ഈ ഭാഗം ഈ രീതി വെച്ച് 1 2 3 4 5 1 2 3 4 10 1 2 3 4 15 1 2 3. ഇപ്പോൾ 30 തവണ കൊടുത്ത് ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ടയർഡാവും അല്ലേ? പിന്നെ എന്ത് ചെയ്യണം? മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ കൊടുക്കണം. ആദ്യം നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരാൾക്ക് എന്തൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പ്രഥമ ശുശ്രൂഷ ചെയ്യണം. പ്രഥമ ശുശ്രൂഷയൊക്കെ നമുക്ക് ഫയർഫോഴ്സിൻ്റെ ഓഫീസർമാർ, സാറുമാരൊക്കെ വന്ന് പിള്ളേർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കാര്യമായിരുന്നു അല്ലേ? അല്ലേ, പിന്നെ പെട്ടെന്നൊരു കാര്യം ചെയ്യും, ഒരു അപകടം ഒരു പാനിക് ആവാതെ എങ്ങനെ അത് ഡീൽ ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് നല്ല രീതിക്ക് ഇന്ററാക്ട് കൊടുക്കാൻ പഠിച്ചോ? ഇന്ററാക്ട് ചെയ്തിട്ട് തന്നെ പുള്ളി പറഞ്ഞിരുന്നുണ്ട്. നല്ലൊരു സംഭവമാണ്. നീ അടുത്ത ഇതിലോട്ട് പോകാല്ലേ? എന്നിട്ട് നമ്മളിപ്പോൾ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് കയറുവാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്തോ അത് അപ്പുറത്തുനിന്ന് കുന്തിരിക്കം കത്തി കുന്തിരിക്കം. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇവിടുന്ന് തന്നെ കുറേ അല്ലേ. നമുക്ക് അകത്തോട്ട് കയറ്റിട്ട് എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് കാണാം. മീൻസ് നമ്മളിതൊരു സ്മാർട്ട് സിറ്റിയാണ് മെയിൻലി. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള ഈ പെട്രോൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഒരു ഇലക്ഷൻ്റെ വോട്ടിംഗ് മെഷീനാണ്. നമ്മളിപ്പോൾ ഇതൊരു സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇത് വർക്കിംഗ് അല്ലേ? നമുക്ക് ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ഇത് ഈ പ്രൈമറി അവരുടെ മീൻസ് ഒരു ഹയർ പ്രൈമറി ഉണ്ടല്ലോ, അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഇതെല്ലാം. ഇത് പിന്നെ ഇവിടെ ഒരു ഇതൊരു സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ. ഇതിന്റെ ക്രിയേറ്റർ ഇതാണ് അശ്വിൻ. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മൊത്തം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് മെയിൻലി ഇന്ത്യയുടെ GSAT-13 എന്നാണ്. ഇത് മെയിൻലി ഒരു ഇന്ത്യയുടെ GSAT 10ഉം 20 ആയിട്ടൊക്കെ ഒരു സിമിലാരിറ്റി ഉള്ള ഒരു ഷേപ്പാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ എക്സിബിഷൻ ഓരോരോ ഇതായിട്ട് തിരിച്ചേക്കും. ഇപ്പം നമ്മൾ സൈക്കോളജി കയറി, പിന്നെ അതൊക്കെ കയറി സോഷ്യൽ സയൻസ് അങ്ങനെ കയറി. ഇപ്പം നമ്മൾ മാത്സ് കയറി, നമ്മളിനി മാത്സിലോട്ട് കയറാൻ പോകാം. അല്ല, കമ്പ്യൂട്ടർ സയൻസിലോട്ട് കയറാൻ പോകാം. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ. ഒരു ജനറേഷനിലെ കമ്പ്യൂട്ടറുകൾ. ഓക്കെ, ഇത് വെബ് സെർവർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കുട്ടികൾ ഇവിടെ വെച്ചിരിക്കുന്നത്. കണ്ടുവരുന്ന കുറേ നമ്മുടെ പഴയ കാസറ്റുകൾ, ഇത് DVD റീഡറുകൾ, റാം എന്ന് പറയും. നമ്മുടെ റാൻഡം ആക്സസ് മെമ്മറിയാണ് ഈ കാണുന്നത്. നമ്മുടെ ഓരോ ഒരു സിസ്റ്റത്തിൻ്റെ മദർ ബോർഡാണ് ഈ കാണുന്നത്. നമ്മൾ കണ്ടോ, ഇതാണ് നമ്മുടെ മദർ ബോർഡ്. ഇതാണ് നമ്മുടെ ഇതിനകത്താണ് നമ്മുടെ പ്രൊസസ്സർ ഇരിക്കുന്നത്. പ്രൊസസ്സറിനെ തണുപ്പിക്കാനുള്ള ഫാനാണ്. നിനക്കിവിടെ നിന്നുകൂടെ?
ഇതും ഒരു മദർ ബോർഡ് തന്നെയാണ്. നമുക്ക് മദർ ബോർഡ് ഓരോ ഇവിടെ നമ്മൾ റാം ഇടുന്നത് അല്ല ഇവിടാണ് റാം ഇടുന്നത്. എനിക്കും തോന്നിയായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ മോഡം വെച്ചിട്ടുണ്ട്, ഹാർഡ് ഡിസ്ക്, കീബോർഡ്, മൗസ്, പിന്നെ ഒരു SMBS ഉണ്ട്. SMBS ആണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ പവർ മാനേജ് ചെയ്യുന്ന ഒരു സാധനമാണ് SMBS. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്നാണ് അതിൻ്റെ ഫുൾ. ഇതാണ് പഠിച്ചത്. ചാറ്റ് ബോട്ട് ചാറ്റ് GPT ഒക്കെ പോലത്തെ ഒരു ചാറ്റ് ബോട്ട്. നമ്മളോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയും. നീ തന്നെ ഡെവലപ്പ് ചെയ്തേ? ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തു. സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തത്? അത് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് വന്നല്ലേ? കമ്പ്യൂട്ടേഴ്സ്, ഇലക്ട്രോണിക് ഡിവൈസിൽ ശരി ശരി. ഫുള്ളൊരു പാരഗ്രാഫായിട്ട് വരും. അപ്പോൾ ഇതാണ് എൻ്റെ ഒന്നുകൂടെ പറഞ്ഞോ. ഇത് പഴയ ഗെയിമാണ്. ഇത് റോക്ക് പേപ്പർ സീസർ. ഇത് കമ്പ്യൂട്ടർ ഒരു ചൂസ് ചെയ്യും റാൻഡംലി. നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്യും. അപ്പം നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. കമ്പ്യൂട്ടർ സയൻസ് അടിപൊളിയായിരുന്നു. തലയുള്ള പിള്ളേരൊക്കെ ഉണ്ട് കമ്പ്യൂട്ടറിനകത്ത്. ഇനി നമ്മൾ എക്കോ സ്പാർക്ക് എന്ന് പറഞ്ഞ ഒരു എക്സിബിഷനിലോട്ടാണ് കയറാൻ പോകുന്നത്. എനിക്കൊന്ന് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഉള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് കാണാം. ഓർഗൻസ് ഒക്കെ ആയി കാണിച്ചിരിക്കുന്നത് നമ്മുടെ ലങ്സ്, കിഡ്നി, പിന്നെ ഇതെന്താ നമ്മുടെ കൈയുടെ എന്തോ മോഡൽ എല്ലാം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതല്ലേ? അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ക്ലീൻനെസ്സും ഹെൽത്തിനെ കുറിച്ചും പിള്ളേർ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ജങ്ക് ഫുഡാണെന്ന് കണ്ട കൊടുത്തിട്ടുണ്ട്. ജങ്ക് ഫുഡുകൾ, സ്റ്റോപ്പ് ജങ്ക് ഫുഡ്. അതെ, ആൽക്കഹോൾ, മന്തി കഴിപ്പൊക്കെ നിർത്തണം കേട്ടോ. അതെ, റീസ് സേവ് ചെയ്യാൻ പറയുന്നത്. ലാസ്റ്റ് എന്നാ ഒരു മരുന്നിട്ടെന്ന് എനിക്കറിയാം. ഇതെന്താണ് ഫ്ലോട്ടിംഗ് ഹൗസ്. ഓ, ഫ്ലോട്ടിംഗ്. മറ്റേ ഞാൻ പറയാം, മറ്റേ ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പം അത് തന്നെ ഫ്ലോട്ടിംഗ് ഹൗസ്. പിന്നെ അങ്ങോട്ട് വരുവാണെങ്കിൽ ഇത് വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഓരോരോ സംഭവം ആദ്യം മെറ്റലിലൂടെ അങ്ങനെ ഓരോരോ ഇതിലൂടെ വേസ്റ്റ് വാട്ടർ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ള ഒരു ഇതാണ് ആ കുട്ടി നമ്മൾ ചെയ്താണ്. അത് വേസ്റ്റ് വാട്ടർ ഒഴിച്ചു. അതിങ്ങനെ ഓരോ പ്രോസസ്സിൽ സ്മാൾ സ്റ്റോൺസ് ആട്ടോ. അവിടെ സ്മാൾ സ്റ്റോൺസ്, ചാർക്കോൾ ഉണ്ട്, സാൻഡ് ഉണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് വെള്ളം, കോട്ടൺ ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ വെള്ളം കണ്ട ക്ലീൻ ആയിട്ട് കണ്ട വെള്ളം കുടിച്ചാലോ? എന്താണ് മോനെ എത്ത് കേക്കോ? അതായത് ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ അലാറം അടിക്കും അല്ലേ? Rain sensor. When the water touches here, the LED will be on. Okay. And then if it is dry, it will be off. അല്ലെങ്കിൽ മഴ ലൈറ്റ് അത് മഴ പെയ്യുന്ന റെയിൻ സെൻസ് ചെയ്യുന്ന മറ്റേ ഈ തുണിയൊക്കെ വെളിയിൽ കിടക്കുവാണെങ്കിൽ അത് ഡ്രൈ ആവുമ്പോൾ അത് ഓഫ് ആകും. മനസ്സിലായോ? ഇത് വിൻഡ് മില്ലാണ്. ഇത് കറങ്ങുമ്പോൾ എനർജി. ഇങ്ങോട്ടാണെങ്കിൽ ഫോട്ടോസിന്തസിസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. വാട്ടർ സൈക്കിൾ എങ്ങനെയാണ് മഴ പെയ്യുന്നത് വെള്ളം ഇങ്ങനെ ഇത് ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ ലൈഫ് ഓഫ് ബട്ടർഫ്ലൈന്റെ ജീവിതം. ആദ്യം നാണ്ട് ഇങ്ങനെ പൂപ്പയായിരുന്നല്ലേ? അതെ, പ്യൂപ്പ. പിന്നെ ചെറിയ പുഴുവായി, പിന്നെ ഇതായി, പിന്നെ വലിയ ബട്ടർഫ്ലൈ. പറഞ്ഞേ ഇതെന്താന്ന് പറഞ്ഞേ. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത സെഷനിലോട്ട് പോവാം. ഇവിടെ സയൻസ് കണ്ടാലും തീരാത്തത്ര സാധനമുണ്ട്. നമ്മളിപ്പോൾ സയൻസിലോട്ടാണ് തോന്നുന്നു കയറാൻ പോകുന്നത്. നമുക്ക് കയറി നോക്കാം എന്തുവാന്ന്. അവിടെ ആരെയും കാണുന്നില്ല. ഇതൊരു മിനി റോബോട്ടിനെയാണ് കാണുന്നത്. അല്ലല്ല, ഇത് വിൻഡ് എനർജിയിലായിരിക്കും ഇത് ഓടുന്നത്. വിൻഡ് എനർജി അല്ലടാ, ബാറ്ററി വെച്ചിട്ടാണ് വിൻഡ് എനർജി. അല്ലടാ, പുള്ളിയുടെ അതിൽ കണ്ടോ? ഓക്കെ. ഈ വിൻഡ് പോകുമ്പോൾ ഈ മോട്ടർ എടുത്ത് താഴെ എഴുതി കൊടുത്താൽ പോയാണ്. ഇതിപ്പോ അനന്ത് എക്സ്പ്ലെയിൻ ചെയ്യുമല്ലേ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അതുകൊണ്ട് ഈ കാണുന്നത് നമ്മൾ എൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നമുക്ക് ബോട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ മേളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. ഇത് മറ്റേ DNA അല്ലേ? അതെ, ഇതാണ് മനുഷ്യന്റെ DNA. ഇതെന്താടാ? ഇത് അമീബയാണെന്ന് തോന്നുന്നു. ഒരു സെല്ലാണ്. ഇതും ഒരു സെല്ലാണ്. അല്ല, എന്തോ ഒരു ഓർഗാനിസം ആണെന്ന് തോന്നുന്നു. അതിനകത്ത് DNA ഓരോ സംഭവങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത്. ഇതിങ്ങോട്ട് വരുവാണെങ്കിലും ഇതും DNA-യുടെ ഒരു മോഡലാണ്. ഇത് ഹേർട്ട് ഉണ്ട്. പിന്നെ മറ്റേ ചെടിയുടെ സ്റ്റിഗ്മ. മനസ്സിലായി. ഇത് ഐസിന്റെ. ഇതെന്താ? അങ്ങനെ ഓരോരോ സയൻസ് റിലേറ്റഡ് കാര്യങ്ങളാണ് ഇവിടെ. ഇവിടെ ഒരു ഇത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു റോക്കറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോരോ ഇതിലായിട്ട് കയറി വരും. ഇപ്പം നമ്മൾ ലൈബ്രറിയുടെ സെക്ഷനിലാണ്. അപ്പോൾ ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇവിടെ. ബുക്സ്, അങ്ങനെ നമ്മുടെ അതിൻ്റെ ഓതർ, അങ്ങനെ എന്തെങ്കിലും. ഇത് ബുക്ക് വായിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. ബുക്ക് വായിച്ചാൽ നമ്മുടെ തലച്ചോറ് ഉണരുമെന്നാണ്. പിന്നെ റീഡിങ് ടൈപ്സ് എന്തൊക്കെയാണ് നമ്മുടെ വായനയുടെ ഇമ്പോർട്ടൻസ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞ് എന്തൊക്കെ ബുക്സ്
ഇത് ബുക്സിൻ്റെയൊക്കെ എല്ലാ റീഡിങ്ങിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ലൈബ്രറി കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു കൊച്ചു ലൈബ്രറി കാണാൻ പറ്റും. കൊള്ളാമല്ലേ, മിനിയേച്ചർ ലൈബ്രറി. ഇതൊരു സോളാർ പവേർഡ് സിറ്റിയാണ്. ഇതിനകത്ത് എന്ന് വെച്ചാൽ ഇത് ക്ലീൻ ആണ്, അതേപോലെ തന്നെ റിന്യൂവബിൾ ആണ്, അതുപോലെ തന്നെ ഈസിലി എക്കോ ഫ്രണ്ട്ലി ആണ്. ചിലത് സ്മാർട്ട് ബ്രിഡ്ജാണ്. ഇത് ഈ ഫ്ലഡിങ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പാലം മേലോട്ട് വന്ന് ഫ്ലഡിങ്ങിനെ തടയും. ഗൈസ്, അത് മുട്ടാതെ അപ്പുറം സൈഡ് വരെ എത്തിക്കണം. അതാണ് ഗെയിമിൻ്റെ ഇത്. 175 ട്രൈ ചെയ്ത് നോക്കുകയാണ്. തൊട്ട് ഔട്ടായി. ഇത് ഭയങ്കര പാടാണ് കളിക്കാൻ. വലുതാക്കണമായിരുന്നു കേട്ടോ. ഞാനിത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Good afternoon, sir. This is our project. It is the tag. We will touch this tag here. Then the door will be automatically opened and it will be automatically closed also. Automatic car. Then we are placing the black object here. It will be, and we want to open here also. And when we will do like this, it will be automatically, when the black object will be press here, then the car will be automatically run. This is automatic door opener. നമ്മൾ ഇവിടെ കൈ വെക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവും, ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആവും. ഞാൻ വെച്ചോട്ടെ. ഏതോ ഒരു ക്രൈം ത്രില്ലർ ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് കാണാൻ. അങ്ങനെയല്ല, ഒരു ക്രൈം നടക്കുമ്പോൾ എന്തൊക്കെ എനിക്കൊന്ന് അതിന്റെ സംഭവങ്ങളാണ് എടുക്കുന്നത്. നമ്മൾ ആ ക്രൈം സീനിൽ നിന്ന് കളക്ട് ചെയ്ത് ഡെഡ് ബോഡിയുടെ സാമ്പിളുണ്ട്, സസ്പെക്റ്റിൻ്റെ ഹെയർ സാമ്പിളുണ്ട്, സസ്പെക്റ്റിൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ്, സസ്പെക്ട്സ് ബ്ലഡ്. അപ്പം ഈ സാമ്പിളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് DNA ആണ് ഈ ഇരിക്കുന്നത്. അത് കൊള്ളായിരുന്നല്ലേ? അതൊന്നൊരു ഷോർട്ട് ഫിലിം പോലൊരു പരിപാടിയാണ്. അത് കഴിഞ്ഞ് ഒരു ക്രൈം നടക്കുന്ന പോലെ ഒരു ഷോർട്ട് ഫിലിം കാണിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ സസ്പെക്റ്റിനെ കണ്ടുപിടിക്കണം. DNA സാമ്പിൾസും അതെല്ലാം വെച്ചിട്ട് അത് കൊള്ളാം. നല്ല പിള്ളേർക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ, നമ്മൾ അങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഉള്ളൂ. അതിന് നമ്മൾ സസ്പെക്റ്റിനെ കണ്ടുപിടിച്ചു, സസ്പെക്റ്റിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ ആ കുട്ടി എന്തിനാ കൊന്നേന്ന് പറഞ്ഞിട്ടില്ല. റീസൺ നമുക്കറിയാം, അത് കാര്യം വേണ്ട. അപ്പോൾ നമ്മൾ KGയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഫുള്ള് കളറാക്കി ഇവിടെ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണല്ലേ. കൊച്ചു പിള്ളേരുടെ പരിപാടികളാണ്. അപ്പോൾ അകത്തോട്ട് കയറാം. പിള്ളേർ നല്ല കണക്ക് ഒരുങ്ങി നല്ല രസമായിട്ടൊക്കെ നിൽപ്പുണ്ട്. വീഡിയോ കണ്ടിട്ടുണ്ടോ ചാച്ചാ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് കയറുവാണെങ്കിൽ ഇവിടെ പിള്ളേർ ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. ഒരുപാട് സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചു പിള്ളേരുടെ ഒരു സെക്ഷനില്ല. KG 1, 2 അങ്ങനെ 1, 2 ക്ലാസ് ആ ക്ലാസ്സിലാണ്. അപ്പോൾ പിള്ളേരെല്ലാം ഒരുപാട് സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കൊച്ചു പിള്ളേർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന പോലത്തെ ഈ ജെർമിനേഷൻ അങ്ങനെ കുറേ സാധനം, പിന്നെ ക്യാൻഡി ഷോപ്പ്, അവിടെ എല്ലാം നമ്മൾ കയറിയപ്പോൾ ഒരുപാട് നടന്ന് കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ ജസ്റ്റ് എല്ലാം ഓടിച്ചങ്ങ് പോകാം. ഇത് കണ്ടോ, ബാക്കിൽ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. താഴെ അവിടെ ഇനോഗ്രേഷൻ പ്രോഗ്രാമിൽ ഇരിക്കുവാന്ന് തോന്നുന്നു. അവർ വന്നാലേ ഇവിടെ പ്രോഗ്രാം. ഒരുപാട് സാധനങ്ങൾ കുട്ടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നാൽ ഇതൊരു സിറ്റിയാണ്. സിറ്റിയിൽ കണ്ട ഹോസ്പിറ്റല്, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ പിള്ളേർ ചെയ്തത്. പിള്ളേരെ കൊണ്ട് പറ്റുന്ന പോലെ രീതിയിൽ നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ. അതെ, ക്രിയേറ്റിവിറ്റി ഉള്ള പിള്ളേരാണ്. കണ്ടോ, അതായത് ഈ ഇങ്ങനെ കാട്ടിലാണ് ഭൂമി ഉള്ളത്, നാട് നശിക്കുവാണ്. നഗരമാകുമ്പോൾ വ്യത്യാസമാണ്. ഒരു മരമൊക്കെ ഉണങ്ങിപ്പോയി. വെളിയിലോട്ട് പോകാം. പിള്ളേരെല്ലാം ലഞ്ച് കഴിക്കാൻ പോയിക്കണം. അതുകൊണ്ട് പലയിടത്തും ആൾക്കാരൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊക്കെ പോകുന്നേ ഉള്ളൂ പലയിടത്തും. ഇവിടെ നമുക്ക് കാണിക്കുന്നത് മലയാളത്തിന്റെ കോർണറാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ നമ്മളൊരു അക്ഷരങ്ങൾ വെച്ചുള്ളൊരു മരമാണ്. പിന്നെ നമ്മൾ പണ്ട് തൊട്ട് ഉപയോഗിച്ച് വരുന്ന കുറേ നിലവിളക്ക്, ഇതൊക്കെ പറയാണ്. ഇതിങ്ങനെ മടക്കാവുന്ന ചേട്ടാ. വേണ്ട, നിങ്ങൾ മടക്കാം. ഓല വെച്ചുള്ള ഓലത്തൊപ്പി, കുട്ടം, വാച്ച്, അങ്ങനെ ഓല, കണ്ണാടി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ
ഈ മലയാളം കോർണറിൽ അവർ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഗോസ്റ്റ് ഹൗസിലോട്ട് കയറിയിരിക്കുന്നു. ഗോസ്റ്റ് ഹൗസിലോട്ട് കയറിയിരിക്കുന്നു. അയ്യോ എനിക്ക് തല ഇറങ്ങുന്നുണ്ട്. കണ്ണ് കാണുന്നില്ലല്ലോ. അയ്യോ ഒന്ന് ഇവിടെ എന്തൊക്കെയുണ്ട്. എനിക്ക് കണ്ണ് നമ്മളെ പേടിപ്പിക്കുമെന്ന് അറിയാം. എന്റെ കണ്ണടിച്ചു പോയി. ഇതിലെ കൂടെ എങ്ങനെയാണ് ഇത് പോകുന്നത്? അതായത് ഗോസ്റ്റ് ഹൗസ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം കൊള്ളാം. അവന്മാര് ലൈറ്റിലിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ കൊള്ളായിരുന്നില്ലേ? എനിക്കൊന്ന് വിഷ്വൽ ഒരുപാട് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ അടിപൊളി പരിപാടിയായിരുന്നു. ഒന്ന് കാണാം. കണ്ണങ്ങ് ഒരുമാതിരി ആയിട്ട് നല്ല കൊള്ളായിരുന്നു. ഞാൻ കുറച്ച് പേടിച്ചു കേട്ടോ. ഞാൻ പേടിച്ചു. വാസ്കോ പേടിച്ചോ? എന്താ കണ്ണപ്പാംശു പേടിച്ചോടാ? പേടിച്ചു. കൊള്ളായിരുന്നല്ലേ? നമ്മുടെ കുറെ കൊച്ചു സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഒരു ഹായ് കൊടുത്തോ. ഹായ്. ഫ്രണ്ട്സ് വരച്ച പെയിന്റിംഗ് സ്റ്റുഡൻസിന്റെയും ഇവിടുത്തെ കുട്ടികളുടെ അവിടെ ബുള്ളറ്റൊക്കെ ഇരിപ്പുണ്ട്. അവരുടെ ക്രാഫ്റ്റ് വർക്കുകളാണ്. കയറി വന്നപ്പോഴൊരു കിടില സാധനം കണ്ടു കേട്ടോ. ഇത് കണ്ടോ? ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് പൂക്കൾ ഇങ്ങനെ വീഴുന്ന പോലെ ആ മാതൃകയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വെച്ച് ട്രീ. കൊള്ളാല്ലേ? ടൊൾഡി. ഞാൻ ആദ്യമേ വന്നപ്പോഴേ സ്കെച്ച് ചെയ്ത സാധനം ഇത് കയറണമെന്ന് ആലോചിക്കുന്നത്. ടൊൾഡി സിനിമ. ടൊൾഡി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലേ? ഒരു മിനി വാനിലാണ് അവർ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു മറ്റേ ഈ ഫെസ്റ്റിവലിനും പരിപാടിക്കൊക്കെ കയറി ഇങ്ങനെ. ഇവിടെ നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സബ്സ്ക്രൈബേഴ്സ് എല്ലാം ചാറ്റ് കാണിച്ചോ. നമ്മളിപ്പോ എന്തോ കാണാൻ പോകുന്നത്? ടൊൾഡി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ? എല്ലാവരും റെഡി ആണോ? നമുക്ക് കാണാം. കണ്ണാടി ഫിഷ് കാണുന്നുണ്ട്. അയ്യോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? മഞ്ഞും മഴയും നമ്മള് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ടൊൾഡി വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അതെ. കൊള്ളാം. മഞ്ഞ് പെയ്യുന്നു, വെള്ളത്തിൽ വീഴും, വെള്ളം വരുന്നു, തലയിൽ കൂടെ മഞ്ഞ് വീഴുന്നു. കിടില അനുഭവമായിരുന്നു കേട്ടോ. അത് ഈ ഒരു ചാർജിൽ അത് നല്ല അത്യാവശ്യം വർത്താടാ. അത് പിള്ളേർക്കെല്ലാം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ. ഓക്കെ, നല്ലൊരു സാധനമായിരുന്നു. ഗൈസ്, ഞങ്ങളെ നീണ്ട എക്സിബിഷന്റെ ദൃശ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കിടിലായിരുന്നില്ലേ? കിടിലനായിരുന്നു. പിള്ളേരെല്ലാം നല്ല കഴിവുള്ള പിള്ളേർ. കണ്ടിട്ട് തീരുന്നില്ല. ഒരുപാട് നമ്മൾ ഈ കാണിക്കുന്ന വിഷ്വലേ അല്ല ഇവിടെ നടക്കുന്ന. എനിക്കൊരു 50% കാണിക്കാൻ പറ്റും തോന്നല്ലേ? അതെ. അതൊന്നും അല്ല, ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പൊ സോഷ്യൽ സയൻസ് ആണെങ്കിൽ അങ്ങനെ, സൈക്കോളജി, ഫയർഫോഴ്സ്, പിന്നെ ഏതായിരുന്നു? ഫോറസ്റ്റ്, ISR, പിന്നെ ടൊൾഡി, ആ സംഭവം. ഒരുപാട് സംഭവങ്ങളായിരുന്നു ഇവർ ഈ ഒരു ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അതെ. പിന്നെ ഗോസ്റ്റ് ഹൗസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. റോബോട്ടിക്സ് ഉണ്ടായിരുന്നു. കിടിലമായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം നമുക്കത് വിഷ്വലി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. എന്നാലും അത് നിങ്ങൾ ഒരുവിധം കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നു അല്ലേ? അപ്പം കിടിലൊരു പരിപാടി ആയിരുന്നല്ലേ? അതെ. കഴിവുള്ള പിള്ളേരും നല്ല പിള്ളേരെല്ലാവരും അല്ലേ? ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ പുറകെ ആയിരുന്നു കുറേ പിള്ളേരുണ്ട്. ഇപ്പോഴും ഇവിടെ നിൽപ്പുണ്ട് പിള്ളേർ. പിന്നെ ആണെങ്കിൽ ഈ അറ്റ്മോസ്ഫിയർ, സ്കൂളും ഒരു അറ്റ്മോസ്ഫിയറും ഉണ്ടല്ലോ. ഒരു പോസിറ്റീവ് വൈബാല് മൊത്തത്തിൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ്നെസ് മൊത്തം. കൊള്ളാം. പിള്ളേർ എല്ലാം നല്ല പിള്ളേർ, ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചർമാരായാലും നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ നല്ല രസം അല്ലേ? അതെ, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ടീച്ചർമാരൊക്കെ നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ഈ എക്സിബിഷൻ പരിപാടിയെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളിനി ഇറങ്ങാൻ പോവാണ്. ഒരുപാട് ടൈമായി തോന്നില്ലേ? അതെ, ഒരുപാട് ടൈമായി. നമ്മൾ രാവിലെ വന്നത് ഉച്ചയാണ്ട് കഴിഞ്ഞു. 2 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ, അടുത്തൊരു വ്ളോഗിൽ വരുന്നവരെ ടാറ്റാ.